ദിവ്യ ഞാൻ പറയുന്നത് കേൾക്ക്. അബോർഷനാണ് നല്ലത്. അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ കിരൺ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? എനിക്കേ അതിനെ കൊന്നിട്ട് മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതിലും ഭേദം ഞങ്ങൾക്ക് രണ്ടിനും കൂടെ വിഷം തരുന്നതാ. ദിവ്യ എന്തോന്നായി? എന്തായി ദിവ്യ? ഇല്ല, കൊറേ നാളായി അവള് മരുന്നും മന്ത്രവാദമായിട്ടൊക്കെ നടക്കുന്നു. എനിക്കൊരു കുഞ്ഞിക്കാലുണ്ടിട്ട് കുഴിയിലോട്ട് പോകാമെന്ന് തോന്നണില്ല. ഡാ, എന്നെ ഇനി ഈ നാടക കളിക്കും വിളിച്ചേക്കരുത്. നിന്റെ അവളെ ഗർഭോറപ്പിക്കൽ കേട്ടിട്ടേ ഞാൻ ആ മോളിക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാന്ന് വരെ പറഞ്ഞു. നാശം. അമ്മ ഇങ്ങനെ കുത്തി സംസാരിക്കാതെ. അവള് മരുന്ന് കഴിക്കുമല്ലേ? ഞങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നതിനെ കുറിച്ച് അമ്മ എന്താ ചിന്തിക്കാത്തെ? എടാ, ഇത്ര നാളുടെ മരുന്ന് കഴിച്ചിട്ട് ഒരു ഗുണവും ഇല്ലല്ലോ. വർഷം 8 ആയില്ലേ? എന്റെ നിന്റെ ഒരു വിധിയാടാ. ദിവ്യ, കിരൺ വരുമ്പോഴേ ആ വെള്ളം മുണ്ടോ തേച്ച് വെച്ചേക്കാൻ പറയണേ. നാളെ ആ വൈറ്റ് പൊങ്കാലയ്ക്കൊന്ന് പോകണം. പറയാമ്മ. പക്ഷെ എന്റെ സെറ്റ് സാരി വീട്ടിലായി പോയി. അതിന് നിന്നെ ആര് വിളിച്ച്? സുമ ചേച്ചി എന്നെയും വിളിച്ചിരുന്നു. ആ, അത് വിളിച്ചെങ്കിലേ അത് അവരുടെ മര്യാദ. പോകാതിരിക്കേണ്ടത് നിന്റെ മര്യാദ. നീ കേൾക്കാത്തോണ്ടാ എല്ലാരും എന്റെ മരുമോളും അച്ചിയാണെന്നാ പറയുന്നത്. നിന്നെയും കൊണ്ട് ഇനി ആ വീട്ടിൽ പോണം. ആ ഗർഭിണി കൊച്ചിന് വല്ലതും സംഭവിക്കണം. അത് മതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ? എരണം കെട്ടവള്. ഈ വീട്ടിന്റെ വിധി. ഒരു കുഞ്ഞിന്റെ ഒച്ച കേൾക്കാനുള്ള യോഗയില്ല. അത്ര തന്നെ. അവള് വയറ്റ് പൊങ്കാലയ്ക്ക് പോവാൻ നിൽക്കുന്നു. ദിവ്യ, അമ്മ പറയുന്ന കേട്ട് താൻ എന്തിനെങ്ങനെ അപ്സെറ്റ് ആവുന്നത്? നമ്മൾ ഇതിലും വലുത് ഫേസ് ചെയ്തിട്ട് വന്നതല്ലേ. പിന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനും അവൻ്റെ ഭാര്യയ്ക്കും ഇതേ പ്രശ്നമായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അവർ റീസെൻ്റായിട്ട് തുടങ്ങിയൊരു ക്ലിനിക്കിൽ പോയി. അവർക്കിപ്പോൾ നല്ല റിസൾട്ടും ഉണ്ട്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? കിരണിന് ഉറപ്പാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. ചേച്ചി, ഇന്ന് വൈകുന്നേരമാണ് ബർത്ത്ഡേ പാർട്ടി. കിരണിനോടും ദിവ്യയോട് വരാൻ പറയണേ. മാളു, ഞാനേ വാവയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. വൈകിട്ട് അങ്ങോട്ട് വരാമേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളുള്ള വീട്ടിൽ പോരുതെന്ന്? മറ്റു വീട്ടിൽ പോയാലേ ആ വീട്ടുകാർക്ക് ഐശ്വര്യക്കേടാ. അമ്മ, ഞാൻ പുതിയ ഡോക്ടർ എന്ന മരുന്ന് കഴിക്കുകയല്ലേ. ഡോക്ടർ നല്ല പ്രതീക്ഷയുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ഇതൊക്കെ കുറേ ഞാൻ കേട്ടിട്ടുള്ളത് തന്നെ. കുറേ പൈസയും പോവും. നീ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും. അല്ലാതെ ഞാനൊരു ഗുണവും കാണുന്നില്ല. അമ്മ, എനിക്കെന്തൊരു തല കറക്കം പോലെ. ദിവ്യ, സത്യമാണോ? അതേ മോനെ, ഡോക്ടർ വന്നിട്ട് പോയി. ചെക്കപ്പിനെ നിങ്ങളടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായിട്ടോ മോളെ. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളത് കാര്യമാക്കി എടുക്കരുത്. ആ വിഷമം കൊണ്ട് ഓരോന്ന് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ സംസാരിച്ചിരിക്കും. ബാ മോളെ. ദിവ്യ, നീ എന്തിനീ വെയിറ്റ് ഒക്കെ വലിച്ചു വാരി എടുക്കുന്നേ? ഇതത്ര വെയിറ്റ് ഒന്നും ഇല്ല. കിരണിന് ഓഫീസിൽ പോണ്ടേ? എന്ന് വെച്ച് വല്ലതും വേണമെങ്കിൽ വിളിച്ചാ പോരെ ദിവ്യ. ആവശ്യമുള്ള വെയിറ്റ് ഒന്നും എടുക്കാതെ നീ പോയി റെസ്റ്റ് എടുക്ക്. മോളെ, അപ്പുറത്തെ ശുഭേരെ വീട്ടിൽ നിന്ന് ഇപ്പൊ വിളിച്ചത്. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോകണം കേട്ടാ. ആ കൊച്ചിന് കുറെ നാളെ കുട്ടികളില്ലാതിരിക്കല്ലേ. അവര് അമ്പലം തോറും കയറി ഇറങ്ങി ഉരുളി കമത്തിയും തൊട്ടിൽ കെട്ടിയൊക്കെ നടക്കുക. ഗർഭിണികള് വീട്ടിൽ കയറി ചെല്ലുന്നതേ ഐശ്വര്യമാണെന്നാ പറയുന്നത്. മോളൊന്ന് പോയി കണ്ടേക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോണോ അമ്മ? അതിന് മോളെ അമ്മ ഒറ്റയ്ക്ക് വിടുവോ? അമ്മയും കൂടെ വരാം. നമുക്ക് നാളെ രാവിലെ ഇതിനെ അങ്ങ് പോയേക്കാം. കിരൺ, റെഡി? പോവാ. ഹെൽമെറ്റ് എടുക്ക്. ഹെൽമെറ്റ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ബൈക്കിൽ പോക്കൊന്നും നടക്കൂല, കാറിൽ പോയാൽ മതി. ഒരു കൊതിയുണ്ടല്ലേ കിരൺ, നമുക്കൊരു റൈഡ് പോവാം. ഈ ബൈക്കിൽ റൈഡ് പോകുന്ന പരിപാടിയൊക്കെ ഇനി ഒരു 9 മാസത്തേക്ക് വേണ്ട. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നല്ല പോലെ സേഫ് ആയിട്ട് ഇരിക്കണം ഈ സമയത്ത്. എന്താടാ നിങ്ങൾ എന്താ ഇത്ര താമസിച്ചേ? ഞാനാണെങ്കിൽ കുങ്കുമപ്പൂട്ട പാലൊക്കെ കാച്ചി വെച്ചിരിക്കുകയായിരുന്നു. ഒക്കെ തണുത്തു. സാരമില്ല, അമ്മ ഒന്നും കൂടെ ചൂടാക്കി തരാം. എന്തും വല്ലാതിരിക്കുന്നത്? ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞു? കുഞ്ഞിന് വളർച്ചയില്ലേ? ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ലേ? എന്താ മോളെ? എന്താടാ? അമ്മ, സ്കാനില് കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്ത് പ്രശ്നമാടാ? നോർമൽ ബേബി ആയിരിക്കില്ല. ഈശ്വര, കാത്തിരുന്ന് കിട്ടുന്ന ഒരു കുഞ്ഞ്, അതിന്റെ ദൈവം നമുക്ക് തരില്ലേടാ.
കിട്ടാൻ സാധ്യത കുറവാണെന്ന് നമ്മൾ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്ക്, അബോർഷനാണ് നല്ലത്. അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ കിരൺ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? നമുക്ക് നോർമൽ ബേബി ജനിക്കില്ല, അത് ഡോക്ടർ പറഞ്ഞതല്ലേ. എനിക്കേ അതിനെ കൊന്നിട്ട് മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതിലും ഭേദം ഞങ്ങൾക്ക് രണ്ടിനും കൂടെ വിഷം തരുന്നതാ. ശരി, നീ എന്താന്ന് വെച്ചാ ആവ്. അവസാനം നീയും അതും കൂടെ ഇവിടെ കിടന്ന് നരയിക്കേണ്ടി വരും. ഞാൻ കാണത്തില്ല. കിരൺ, എന്ത് കിരൺ? പറഞ്ഞാലും മനസ്സിലാവില്ല. ബുദ്ധി വേണം, ബുദ്ധി. എടാ എന്തായിരുന്നടാ രാവിലെ മുറിയിലൊരു ബഹളം? കുഞ്ഞിന്റെ കാര്യവും പറഞ്ഞ് അവളായിട്ടൊരു തർക്കമായതാ അമ്മ. അമ്മ, നമുക്ക് ആ കുഞ്ഞിനെ വേണ്ട. എടാ ഞാൻ പൂജയും വഴിപാടും ഒക്കെ കഴിക്കുന്നുണ്ട്, എല്ലാം ശരിയാവും, നീ ഉണ്ടായിരിക്കും. അമ്മ, ഈ പൂജ അതൊന്നും കൊണ്ടൊന്നും ശരിയാവൂല. ഒരു കുഞ്ഞ് വൈകല്യമായിട്ട് ജനിച്ച ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കും. ആ കുഞ്ഞു മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ കൂടെ നമ്മളെല്ലാവരും നരകിക്കും. ഞാൻ ഇനി ആൾക്കാരോടൊക്കെ എന്തോന്ന് പറയൂടാ. എടാ കിരൺ, കാര്യമൊക്കെ ശരിയാ, നിങ്ങൾ കാത്തിരുന്നുണ്ടായ കുഞ്ഞൊക്കെയാ. പക്ഷെ ഡോക്ടർ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അവൾ അതിനെ വേണമെന്നാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ ഇങ്ങനെ കുഴപ്പമുള്ള കുഞ്ഞിനെ കിട്ടിയിട്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കത്തല്ലേ ഉള്ളൂ. ദിവസവും ആശുപത്രി തോറും കയറി ഇറങ്ങി നടക്കേണ്ടി വരും. നമ്മൾ എത്ര പേരെ കണ്ടിരിക്കുന്നടാ. ചില കുട്ടികളാണ് കയ്യിൽ പോലും നിൽക്കത്തില്ല. അടിയിൽ പിടിയിൽ ചവിട്ടും കുത്തും. കണ്ണ് തെറ്റിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അവസാനം നിന്റെ ജീവിതം നരകമാവും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും കുട്ടികളില്ലെന്ന് സങ്കടം ഉള്ളൂ. എടാ, പക്ഷെ അവള് പിടിവാശിയില്ല. അബോർഷൻ എന്ന് കേൾക്കുമ്പോൾ അവളെ കൊല്ലാൻ അവൾ എന്നോട് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യടാ. എന്തിനാ നിന്റെ ജീവിതം നീ നശിപ്പിക്കുന്നത്? അബോർഷൻ എന്ന് കേൾക്കുമ്പോൾ അവളെ കൊല്ലാൻ അവൾ എന്നോട് പറയുന്നത്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യടാ. എന്തിനാ നിന്റെ ജീവിതം നീ നശിപ്പിക്കുന്നത്? ദേ, ഞാൻ വീണ്ടും പറയുക, ഈ കുഞ്ഞ് നമുക്ക് വേണ്ട. നമുക്ക് അതിനെ അബോർട്ട് ചെയ്യാം. അത് പറ്റില്ല കിരൺ. പറ്റില്ല അല്ലേ? കിരൺ, ഹലോ. ഞാനേ മേളിലത്തെ ബാത്റൂമിൽ കുളിക്കാൻ വന്നാ. ഇവിടെ വെള്ളമില്ല, മോട്ടറാണെങ്കിൽ വർക്ക് ചെയ്യുന്നുമില്ല. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരുമോ? മുകളിലത്തെ ബാത്റൂമിലേക്കോ? വെള്ളമായിട്ടോ? നീ ഒന്ന് വേഗം കൊണ്ടുപോവാ. ഈ ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് ഞാൻ ഇനി മുകളിലെ പടി കയറി വരണോ? ഞാൻ കണ്ണിൽ സോപ്പൊക്കെ തേച്ച് നിൽക്കുവാ, കണ്ണൊക്കെ നീറുവാ. നീ പെട്ടെന്ന് വെള്ളം കൊണ്ടുപോവാ. ശരി. നീ ഇത് പിടിച്ചോണ്ട് ഇങ്ങോട്ടാ, അവിടെ വെച്ച് ഇതായി. മോളിൽ കിരൺ കുളിക്കുക, വെള്ളമില്ല, മോട്ടർ കംപ്ലൈന്റ്. എടാ കിരൺ, ആമാ, നീ ആ മുഖം തുറച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ. ആ മോട്ടറിന് എന്താ പറ്റിയെന്ന് നോക്കിയേ. ആ ശരി, വന്ന് നോക്കാം. ദിവ്യ, എന്തോ എത്ര ലേറ്റ് ആവുന്നേ? ബാ പോവാം, ടൈമായി. നീ ഹെൽമെറ്റ് എടുത്ത് വെക്ക്. ബൈക്കിലാണോ പോകുന്നേ? ബൈക്കിന് എന്താ ഇപ്പൊ കുഴപ്പം? ബൈക്കിലാണെങ്കിൽ ഞാനില്ല കിരൺ. ബൈക്ക് യാത്ര കുഞ്ഞിന് ഡേഞ്ചറസാ. ഞാനേ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വേണമെങ്കിൽ നീ വാ. കിരണിന്റെ കുഞ്ഞിനെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഞാൻ വരുന്നില്ല. ഓ, ഒരു കുഞ്ഞ്. ദിവ്യ, നീ എന്താ ഞാൻ ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വെച്ചേക്കുന്ന ഫ്രൂട്ട് സലാഡ് കഴിക്കാതെ? അതിൽ നിറച്ച് പപ്പായയും പൈനാപ്പിളും. എനിക്ക് വേണ്ട, ഈ സമയത്ത് അത് കഴിച്ചൂടല്ലോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗർഭം അലസി പോകുമെന്ന് പണ്ടത്തെ ആൾക്കാർ പറയുന്നതാ. ഇതൊന്നും കാര്യമില്ല. നീ എടുത്ത് കഴിക്കും. അപ്പൊ അറിഞ്ഞു വെച്ചോണ്ട് മേടിച്ചോണ്ട് വന്നതല്ലേ? കിരൺ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലല്ലോ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. എടാ, നീ ചെയ്യുന്നതൊരു മഹാ അപരാധമാണ്. ഇത് വേണോ? ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. ഞാനിത് ചെയ്തില്ലെങ്കിലേ നാളെ ഞങ്ങളുടെ ഫ്യൂച്ചർ തന്നെ പോകണം. എന്തായാലും നീ ചോദിച്ച സാധനം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഹൈ ഡോസാണ്. കുഞ്ഞിന് മാത്രമല്ല, ചിലപ്പോൾ അമ്മയ്ക്കും ആപത്താവും. സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളണം. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇത് തന്നത് ഞാനാണെന്ന് നീ ആരോടും പറയരുത്. ഓ, അമ്മ, അതെന്തിനാ എടുത്ത് കുടിക്കാൻ പോയേ? വേറെ പാൽ ഇവിടെ ഇരിപ്പുണ്ടല്ലോ.
എന്തിനു മനുഷ്യനെ ഒച്ച വെച്ച് പേടിപ്പിക്കുന്നത്? അമ്മ അത് ഞാൻ ദിവ്യക്ക് എടുത്ത് വെച്ചിരുന്നേ. അനുപന്ത് അല്ല അതില് ഞാനൊരു മരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിന്? അവക്ക് അബോഷനാവാൻ. കിരൺ, അപ്പൊ എനിക്കിനി ഇവിടുന്ന് വിശ്വസിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അല്ലേ? ദിവ്യ, നീ എൻ്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്ക. ഇങ്ങനൊരു കുട്ടിയെ കൊണ്ട് നമ്മൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? ഇപ്പോ കുഞ്ഞില്ല എന്നൊരു സങ്കടമല്ലേ ഉള്ളൂ. നിനക്കറിയില്ല, ഞാൻ ഇതിനെക്കുറിച്ച് പലരുടെ അടുത്ത് അന്വേഷിച്ചു, പലരെയും പോയി കണ്ടു. ഭയാനകമായിരുന്നു പലരുടെ അവസ്ഥ. അത് കണ്ടിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയത്. കുഞ്ഞ് നിന്റെ മാത്രമല്ലല്ലോ, എൻ്റെയും കൂടിയാ. ഈ കുട്ടികളൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വരെ നമ്മൾ പോംവഴി കണ്ടെത്തേണ്ടി വരും. ഇത്രയും നാള് കണ്ണീര് കുടിച്ചതിലധികമേ നമ്മൾ ചിലപ്പോൾ ഇനിയും കുടിക്കേണ്ടി വരും. ശരി കിരൺ, എനിക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഒരു ദിവസത്തെ സമയം എനിക്ക് തരൂ പ്ലീസ്.